ബൈബാക്ക് ഓഫ് പ്രിഫറൻസ് ഷെയർസിൽ ഇല്ലുസ്ട്രേഷൻ 60 മക്കൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. സിമ്പിളാണ്, മിസ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത സംഭവമാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇല്ലുസ്ട്രേഷൻ 17 ആണ്. പേജ് നമ്പർ 72-ൽ ഇല്ലുസ്ട്രേഷൻ 17. എന്താ ഇല്ലുസ്ട്രേഷൻ 17-ൽ പറയുന്നതെന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. ശ്രീ ലിമിറ്റഡ് ഹാഡ് ഇഷ്യൂഡ് 70,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each. 70,000 ഇക്വിറ്റി ഷെയർസ് 10 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. കമ്പനി ഡിസൈഡ്സ് ടു ബൈ ബാക്ക് 20,000 ഷെയർസ് അറ്റ് ₹20 each. കമ്പനി എത്ര ഇക്വിറ്റി ഷെയർസാണ് ബൈബാക്ക് തിരിച്ച് വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? 70,000 ഇക്വിറ്റി ഷെയർസിൽ 20,000 ഇക്വിറ്റി ഷെയർസ് തിരിച്ചു വാങ്ങാൻ തീരുമാനിച്ചു. എത്ര രൂപയ്ക്കാണ് അവർ തിരിച്ചു വാങ്ങുന്നത്? 20 രൂപയ്ക്ക്. നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്ന പ്രൈസ് 10 രൂപയാണ്, എന്നാൽ നമ്മൾ തിരിച്ചു വാങ്ങുന്നത് 20 രൂപയ്ക്കാണ്. അപ്പോൾ അവിടെ പ്രീമിയം വരുന്നുണ്ട് അല്ലേ, 10 രൂപ. അത് നമുക്ക് നോക്കാം കേട്ടോ. 10 രൂപ പ്രീമിയം വരുന്നുണ്ട് ഒരു ഷെയറുമേ. ഇത് കമ്പനി ഹാസ് എ ജനറൽ റിസർവ് ഓഫ് ₹3 lakh. കമ്പനിക്ക് ജനറൽ റിസർവ് 3 lakh ഉണ്ട്. സെക്യൂരിറ്റീസ് പ്രീമിയം 2 lakh ഉണ്ട്. ഗിവ് ജേണൽ എൻട്രീസ് റെക്കോർഡിംഗ് ബൈബാക്ക്. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് സോഴ്സസ് ഓഫ് ബൈബാക്ക് ഏതൊക്കെയാണ്. നമുക്ക് ജനറൽ റിസർവ് അല്ലെങ്കിൽ ഫ്രീ റിസർവ്, ഡിവിസിബിൾ പ്രോഫിറ്റ് ഇതിൽ നിന്ന് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ഉപയോഗിച്ചിട്ട് പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ്, ഏത് ഷെയർസ് ആയാലും നമുക്ക് ബൈബാക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് നമുക്ക് നോക്കാം. വർക്കിംഗ് നോട്ട് ഇല്ലുസ്ട്രേഷൻ 17 ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇവിടെ നമ്മളുടെ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ് എന്ന് പറയുന്നത് 70,000 ഇക്വിറ്റി ഷെയർസ് 10 രൂപയ്ക്ക്. അങ്ങനെ 7 ലക്ഷം ഇക്വിറ്റി ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ കമ്പനി ഇപ്പോൾ ബൈബാക്ക് ചെയ്യുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് 20,000 ഷെയർസാണ്. 20,000 ഷെയർസിന് അവർ ഒരു ഷെയറും എത്ര രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്? 20 ഷെയർ കൊടുത്തിട്ടാണ് കമ്പനി തിരിച്ചു വാങ്ങുന്നത്. അപ്പോൾ 20,000 × 20 4 ലക്ഷം രൂപയുടെ ഇക്വിറ്റി ഷെയർസ് തിരിച്ചു വാങ്ങുന്നുണ്ട്. ഹിയർ പ്രീമിയം ഓൺ ബൈബാക്ക്, അതായത് മിസ് പറഞ്ഞു 10 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത ഷെയറുമേലാണ് കമ്പനി 20 രൂപ കൊടുത്തിട്ട് തിരിച്ചു വാങ്ങുന്നത്. അപ്പോൾ ഒരു ഷെയറുമേ 10 രൂപ വെച്ചിട്ട് പ്രീമിയം കമ്പനി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ. 20 രൂപയാണ് ഇപ്പോൾ നമ്മൾ തിരിച്ചു വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടെത്താം നമുക്ക്? ഓൾറെഡി 20,000 ഇക്വിറ്റി ഷെയർസാണ് നമ്മൾ തിരിച്ചു വാങ്ങുന്നത്. 20,000 ഇക്വിറ്റി ഷെയർസിന് 20 രൂപ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതാണ് 20,000 × 20 മൈനസ് ഈ 20,000 ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തത് എത്ര രൂപയ്ക്കാണ്? 10 രൂപയ്ക്കാണ്. അപ്പോൾ 20,000 × 10 അങ്ങനെ 4 ലക്ഷം രൂപ കൊടുത്താണ് നമ്മൾ ഈ 20,000 ഷെയർസ് തിരിച്ചു വാങ്ങുന്നത്. മൈനസ് നമ്മൾ ഇഷ്യൂ ചെയ്തത് എത്ര രൂപയ്ക്കാണ് ഈ ഇക്വിറ്റി ഷെയർസ്? 2 ലക്ഷം രൂപയ്ക്കാണ്. അപ്പോൾ 4 ലക്ഷം മൈനസ് 2 ലക്ഷം, 2 ലക്ഷമാണ് ബൈബാക്ക് പ്രീമിയം നമുക്ക് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ മക്കൾക്ക് കാണാനുള്ള എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് മിസ് പറഞ്ഞ പോലെ 10 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത ഷെയർ 20 രൂപയ്ക്ക് തിരിച്ചു വാങ്ങുന്നു എങ്കിൽ അവിടെ 20 - 10 10 രൂപ സെക്യൂരിറ്റി പ്രീമിയം ഓൺ ബൈബാക്കാണ്. എങ്കിൽ ഈ 10 × 20,000 ഷെയർസിന് പ്രീമിയം കൊടുത്തു വരുമ്പോൾ എത്രയാകും? 10 × 20,000 2 ലക്ഷം. അങ്ങനെയും ചെയ്യാം. ഓക്കെ, ദെൻ സോഴ്സസ് ഓഫ് ബൈബാക്ക് നമുക്ക് തന്നിട്ടുള്ളത് ജനറൽ റിസർവ് തന്നിട്ടുണ്ട്, 3 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ ഒരു 2 ലക്ഷം ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഓർഡർ ഓഫ് ടേക്കിംഗ് ബൈബാക്ക്, അതായത് ബൈബാക്കിന് ആവശ്യമായിട്ടുള്ള എമൗണ്ട് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? ആദ്യം സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നമ്മൾക്ക് 2 ലക്ഷം ഇല്ലേ, ആ 2 ലക്ഷം എടുക്കുന്നു. നമുക്ക് ഇവിടെ ബൈബാക്ക് പ്രീമിയം എത്രയുണ്ട്? 2 ലക്ഷം വന്നിട്ടുണ്ട് അല്ലേ. അതാ പ്രീമിയം ഓൺ ബൈബാക്ക്, അതായത് 10 രൂപ പ്രീമിയം വെച്ചിട്ട് 20,000 ഷെയർസിന് 2 ലക്ഷം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെക്യൂരിറ്റീസ് പ്രീമിയത്തിലുള്ള 2 ലക്ഷം രൂപയും നമ്മൾ ബൈബാക്കിൻ്റെ പ്രീമിയം കവർ ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് എടുക്കുന്നു. ദെൻ ബാക്കി നമുക്ക് എത്ര വേണം? 4 ലക്ഷത്തിൽ 2 ലക്ഷം ബൈബാക്ക് പ്രീമിയം ആണ്. ബാക്കി 2 ലക്ഷം നമ്മൾ കണ്ടെത്തണം അല്ലേ. അത് നമുക്ക് ജനറൽ റിസർവിൽ 3 ലക്ഷം എടുക്കുന്നുണ്ട്, അവിടെ നിന്ന് 2 ലക്ഷം എടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് ടോട്ടൽ 4 ലക്ഷം നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്. ഇത്രയുള്ള ആ പ്രോബ്ലത്തിൽ അതിൻ്റെ ജേണൽ എൻട്രീസ് മക്കൾക്ക് എഴുതാവുന്നതുള്ളൂ. ദെൻ ഇല്ലുസ്ട്രേഷൻ 18. ഇല്ലുസ്ട്രേഷൻ 18-ലും ഇതൊക്കെ തന്നെ പറയുന്നത് ശ്രദ്ധിക്കാം. കമ്പനി ഹാഡ് ഇഷ്യൂഡ് 1 lakh ഓൺ ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each അറ്റ് പാർ, അതായത് 1 ലക്ഷം ഇക്വിറ്റി ഷെയർസ് 10 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഹാഡ് എ ജനറൽ റിസർവ് ഓഫ് ₹1,30,000, 1,30,000 ജനറൽ റിസർവ് ഉണ്ട്. സോഴ്സസ് ഓഫ്
ബൈബാക്ക് ആണ് പറയുന്നത്. ആൻഡ് സെക്യൂരിറ്റി പ്രീമിയം 4 lakh ഉണ്ട്. ഇത് കമ്പനി ഡിസൈഡഡ് ടു ബൈ ബാക്ക് 20,000 ഇക്വിറ്റി ഷെയർസ്. ഈ 1,00,000 ഇക്വിറ്റി ഷെയർസിൽ 20,000 ഇക്വിറ്റി ഷെയർസ് തിരിച്ചു വാങ്ങാൻ തീരുമാനിച്ചു. അറ്റ് ₹25 പെർ ഷെയർ. ഒരു ഷെയറിന് 25 രൂപ വെച്ചിട്ട്. അങ്ങനെയെങ്കിൽ 10 രൂപയ്ക്കാണ് നമ്മൾ ഈ ഷെയർ ഇഷ്യൂ ചെയ്തത്, 25 രൂപയ്ക്കാണ് ബൈബാക്ക് ചെയ്യുന്നത്. ഇവിടെ പ്രീമിയം ഉണ്ട് അല്ലേ? എത്ര രൂപയാ പ്രീമിയം? 25 മൈനസ് 10, 15 രൂപ കൂടുതൽ കൊടുത്താണ് നമ്മൾ ഈ ഷെയർസ് ബൈബാക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 15 രൂപയാണ് പ്രീമിയം എമൗണ്ട് വരുന്നത്. For this purpose, they issue 10% preference shares of ₹10 each at par. പിന്നെ അതുമാത്രമല്ല, ഇതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? 10,000 പ്രിഫറൻസ് ഷെയർസ് 10 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 സോഴ്സും ഇവിടെ കമ്പനി യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് ജനറൽ റിസർവ് യൂസ് ചെയ്യുന്നുണ്ട്, സെക്യൂരിറ്റി പ്രീമിയം യൂസ് ചെയ്യുന്നുണ്ട്, ദെൻ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് അതിൻ്റെ എമൗണ്ട് ഉപയോഗിച്ചിട്ട് ബൈബാക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള 3 സോഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഗീവ് ജേണൽ എൻട്രീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിനോട്ട് നോക്കാം. ഇല്ലുസ്ട്രേഷൻ 18 ശ്രദ്ധിക്കുക. ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ 18. ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് നമ്മൾ 1,00,000 ഇക്വിറ്റി ഷെയർസിന് 10 രൂപ വെച്ച് 10 ലക്ഷം ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത് 20,000 ഇക്വിറ്റി ഷെയർസ് ആണ്. എത്ര രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഷെയറിന്? 25 രൂപ വെച്ചിട്ട്. അങ്ങനെ ടോട്ടൽ 5 ലക്ഷമാണ് ഇക്വിറ്റി ഷെയർസ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്. ഹിയർ പ്രീമിയം ഓൺ ബൈബാക്ക് എന്ന് പറയുന്നത് മിസ് പറഞ്ഞ പോലെ നേരത്തെ 25 മൈനസ് 10 ചെയ്താൽ, അതായത് 25 രൂപ ബൈബാക്ക് ഫേസ് വാല്യൂ, അതുപോലെ 10 രൂപ ഇഷ്യൂഡ് വാല്യൂ. 25 മൈനസ് 10 ചെയ്താൽ 15 കിട്ടും. 15 രൂപ വെച്ചിട്ട് 20,000 ഷെയർസ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 ലക്ഷം രൂപ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും കാണാം, 20,000 ഷെയർസിന് 25 രൂപ കൊടുത്താണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്. മൈനസ് ഓൾറെഡി നമ്മൾ ഈ ഷെയർസ് 20,000 ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 10 രൂപയ്ക്കാണ്. അങ്ങനെ 5 ലക്ഷം മൈനസ് 2 ലക്ഷം ചെയ്യുമ്പോൾ നമുക്ക് 3 ലക്ഷം പ്രീമിയം ഓൺ ബൈബാക്ക് കിട്ടും. അതുപോലെ നമുക്ക് സോഴ്സസ് ഓഫ് ബൈബാക്ക് തന്നിട്ടുണ്ട്. ജനറൽ റിസർവിൽ 1,30,000 ഉണ്ട്, സെക്യൂരിറ്റി പ്രീമിയത്തിൽ 4 ലക്ഷം ഉണ്ട്. പ്രിഫറൻസ് ഷെയർസ് പുതിയത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 10,000 പ്രിഫറൻസ് ഷെയർസ് 10 രൂപയ്ക്കാണ്. അങ്ങനെ 1 ലക്ഷം നമ്മുടെ കയ്യിൽ ബൈബാക്ക് ചെയ്യാനായിട്ട് എമൗണ്ട് ഉണ്ട്. നമുക്ക് നോക്കാം. ടോട്ടൽ ബൈബാക്ക് എമൗണ്ട് വരുന്നത് എത്രയാണ്? 5 ലക്ഷമാണ് കേട്ടോ. അതെ, ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് 5 ലക്ഷമാണ്. 5 ലക്ഷത്തിൽ 3 ലക്ഷം പ്രീമിയം ആണ്, ബാക്കി 2 ലക്ഷമാണ് ഒറിജിനൽ വാല്യൂ. ടോട്ടൽ എമൗണ്ട് ഓൺ ബൈബാക്ക് നോമിനൽ വാല്യൂ നമുക്ക് 2 ലക്ഷം വരുന്നുണ്ട്. പ്രീമിയം ഓൺ ബൈബാക്ക് 3 ലക്ഷം. അങ്ങനെയാണ് 5 ലക്ഷം കേട്ടോ. മിസ് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ബൈബാക്ക് എടുക്കേണ്ടത്? സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നമുക്ക് എത്രയുണ്ട്? അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, പ്രീമിയത്തിനാണ് ഈ ഷെയർസ് ബൈബാക്ക് ചെയ്യുന്നത് എങ്കിൽ ആദ്യം പ്രീമിയം എമൗണ്ട് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് എടുക്കുക. സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നമുക്ക് ഓൾറെഡി 4 ലക്ഷം തന്നിട്ടുണ്ട്, നമുക്ക് 3 ലക്ഷം മതി. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് 3 ലക്ഷം എടുക്കുന്നു ബൈബാക്ക് പ്രീമിയം. ദെൻ നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് ഷെയർസ് ഇഷ്യൂ ചെയ്തത്. ജനറൽ റിസർവ് അവിടെ നിൽക്കട്ടെ, അത് ലാസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ജനറൽ റിസർവ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ആദ്യം എമൗണ്ട് എടുക്കണം, അതിന് ശേഷമേ ജനറൽ റിസർവ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ, ശ്രദ്ധിക്കാം. അപ്പോൾ ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഒരു ലക്ഷം രൂപയുടെ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്കിനി 2 ലക്ഷം വേണമല്ലേ? 3 ലക്ഷം പ്രീമിയം സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് എടുത്തു, ഇനി ബാക്കി 2 ലക്ഷം നോമിനൽ വാല്യൂ വേണം. പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് 1 ലക്ഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം അങ്ങനെ കിട്ടി. ജനറൽ റിസർവിൽ നമുക്കിനി 1,30,000 ഉണ്ട്. നമുക്ക് ഈ 1,30,000 വേണ്ട, ബാക്കി ഇനി 1 ലക്ഷം കൂടി മതി 2 ലക്ഷത്തിൽ. അങ്ങനെ 1 ലക്ഷം ജനറൽ റിസർവിൽ നിന്നും എടുത്തു. ഓക്കെ, ഇതാണ് ബൈബാക്ക് ഓഫ് ഷെയർസ്. ഇല്ലുസ്ട്രേഷൻ 18 തന്നെയാണോ മിസ് പിന്നെ എഴുതി വെച്ചേക്കുന്നത്? 18 അല്ല, അടുത്തത് 19 ആണ് കേട്ടോ. ഇനി ഇല്ലുസ്ട്രേഷൻ 19 ഇതുപോലെ മക്കൾ നോക്കാം. ഇല്ലുസ്ട്രേഷൻ 19 നമുക്ക് കുറച്ചധികം തന്നിട്ടുണ്ട്. അധികം എന്ന് വെച്ചാൽ കാര്യമായിട്ടൊന്നുമില്ല, സാധാരണ ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഈ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മക്കൾക്കറിയാം. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഷെയർ ക്യാപിറ്റൽ 80,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10. അപ്പോൾ അതായിരിക്കും നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്. വേറെ ഷെയർ ക്യാപിറ്റൽ ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ 80,000 ഈ 8 ലക്ഷം ഇക്വിറ്റി ഷെയർസാണ് നമ്മൾ ബൈബാക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഫ്രീ റിസർവ്സ് എന്ന് പറഞ്ഞിട്ട് ജനറൽ റിസർവ്സിൽ
ഒരു 6 ലക്ഷം എടുക്കുന്നുണ്ട്. അപ്പോൾ സോഴ്സസ് ഓഫ് ബൈബാക്ക് ആണത്. പിന്നെ നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം ഒന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, ബാലൻസ് ഷീറ്റിൽ തന്നിട്ടില്ല സോഴ്സായിട്ട് കേട്ടോ. നോക്കാം, അസറ്റ്, ബാങ്ക്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൂടാതെ റിസർവ്സ് ആൻഡ് സർപ്ലസ് നമുക്ക് വരുന്നത് ജനറൽ റിസർവ് 4 ലക്ഷം, സെക്യൂരിറ്റീസ് പ്രീമിയം 2 ലക്ഷം. നോട്ട്സിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ജനറൽ റിസർവ് 4 ലക്ഷം, അതായത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ 6 ലക്ഷം കണ്ടില്ലേ, ആ 6 ലക്ഷം എങ്ങനെയാണ് വന്നത്? ജനറൽ റിസർവിൻ്റെ 4 ലക്ഷം, സെക്യൂരിറ്റീസ് പ്രീമിയത്തിൻ്റെ 2 ലക്ഷം. ക്വസ്റ്റ്യൻ നോക്കാം. ദി കമ്പനി ഡിസൈഡഡ് ടു ബൈ ബാക്ക് 15,000 ഇക്വിറ്റി ഷെയർസ്. 80,000 ഇക്വിറ്റി ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ 15,000 ഇക്വിറ്റി ഷെയർസ് തിരിച്ചു വാങ്ങാൻ തീരുമാനിച്ചു. എത്ര രൂപയ്ക്കാണ്? 15 രൂപയ്ക്ക്. നമ്മൾ എത്ര രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തത്? 10 രൂപയ്ക്ക്. 15 രൂപ കൊടുത്താണ് അത് തിരിച്ചു വാങ്ങുന്നത്. അപ്പോൾ അവിടെ പ്രീമിയം വരുന്നത് 5 രൂപ. ശ്രദ്ധിക്കുക കേട്ടോ. ഗിവ് ജേർണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ദി കമ്പനി ആൻഡ് ഷോ ഇറ്റ്സ് ബാലൻസ് ഷീറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബൈ ബാക്ക്. ഇവിടെ നമുക്ക് വർക്കിംഗ് നോട്ട് നോക്കാം. ഇല്ലുസ്ട്രേഷൻ 18 ആണ് മിസ് ഇവിടെ, 19 ആണ് മിസ് ഇവിടെ 18 ആണ് ഇട്ടിരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ നമുക്ക് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 80,000 ഇക്വിറ്റി ഷെയർസ് 10 രൂപയ്ക്ക് 8 ലക്ഷം ഇക്വിറ്റി ഷെയർസാണ്. ബൈബാക്ക് ചെയ്യുന്ന ഇക്വിറ്റി ഷെയർസ് 15,000 ഷെയർസ് 15 രൂപയ്ക്ക് 2,25,000 ആണ്. ഇവിടെ ബൈബാക്ക് പ്രീമിയം വരുന്നത് നമുക്ക് ഓൾറെഡി നോക്കിയാൽ അറിയാം, 15 രൂപയ്ക്കാണ് ബൈബാക്ക് ചെയ്യുന്നത്, 10 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തത്. അവിടെ 5 രൂപയാണ് പ്രീമിയം. അപ്പോൾ മക്കൾക്കൊന്നുമില്ലെങ്കിൽ 5 × 15,000 ഷെയർസാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ നമുക്ക് 75,000 കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ 15,000 ഇക്വിറ്റി ഷെയർസ് 15 രൂപ കൊടുത്താണ് ബൈബാക്ക് ചെയ്യുന്നത്. അപ്പോൾ 2,25,000 മൈനസ് 15,000 ഇക്വിറ്റി ഷെയർസ് നമ്മൾ 10 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ 15,000 × 10 1,50,000, അങ്ങനെ 75,000 ആണ് നമുക്ക് പ്രീമിയം ഓൺ ബൈബാക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സോഴ്സസ് വരുന്നത് ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട് 2 ലക്ഷം. ജനറൽ റിസർവ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? ഇവിടെ മിസ് 40,000 ആണ് എഴുതിയിരിക്കുന്നത്. 4 ലക്ഷം ഉണ്ട് കേട്ടോ. നമ്മൾ പ്രിഫറൻസ് ഷെയർസ് ഒന്നും നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ടോ? ഇല്ല, ഒന്നും ഇഷ്യൂ ചെയ്യുന്നില്ല എക്സ്ട്രാ. ഓർഡർ ഓഫ് ബൈബാക്ക് നമ്മൾ ആദ്യം സെക്യൂരിറ്റീസ് പ്രീമിയം 75,000 എടുക്കണം അല്ലേ. അപ്പോൾ 75,000 സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ നമുക്ക് 2 ലക്ഷം ഉണ്ട്. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് 75,000 എടുക്കും. പ്രിഫറൻസ് ഷെയർ ബൈബാക്ക് പ്രീമിയം ആണ് 75,000 ആണ് പ്രീമിയം ബൈബാക്ക്. അത് നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് എടുക്കും. ഇനി നമുക്ക് എത്ര വേണം? 75,000 കഴിച്ചാൽ 15,000 നിന്ന് ഇനി നമുക്ക് എത്ര വേണം? 2,25,000 ആണ് ടോട്ടൽ ബൈബാക്ക്. അതിൽ നിന്ന് 75,000 പ്രീമിയം എമൗണ്ട് നമുക്കിപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് എടുത്തു. ബാക്കി നമുക്ക് 1,50,000 വേണം. 1,50,000 നമുക്ക് എവിടെ നിന്ന് എടുക്കാം? ജനറൽ റിസർവിൽ നിന്ന് എടുക്കാം. ജനറൽ റിസർവിൽ ഓൾറെഡി 4 ലക്ഷം ഉണ്ട്. 40,000 അല്ല കേട്ടോ, 4 ലക്ഷമാണ്. 4 ലക്ഷം ഉണ്ട്, അത് നമുക്ക് ജനറൽ റിസർവിൽ നിന്ന് എടുക്കാം. ഇനി ഇഫക്റ്റ് ഓഫ് ബൈബാക്ക് ഓൺ ബാലൻസ് ഷീറ്റ്. മിസ് ഇന്നലെ 4 എണ്ണം പറഞ്ഞു തന്നു അല്ലേ, ബൈബാക്കിൻ്റെ എഫക്റ്റുകൾ ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ നിന്ന് മിസ് പറഞ്ഞു ബൈബാക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്ര കുറക്കണം? 8 ലക്ഷം ഉണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ. അതിൽ നിന്ന് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത് 1,50,000 ആണ് നോമിനൽ വാല്യൂ, അത് കുറയ്ക്കാം. അങ്ങനെ 6,50,000 ആവും. ദെൻ ജനറൽ റിസർവിൽ 4 ലക്ഷം ഉണ്ടായിരുന്നു. ബൈബാക്കിന് വേണ്ടിയിട്ട് നമ്മൾ 1,50,000 എടുത്തു. അങ്ങനെ 2,50,000 ആവും. സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ 2 ലക്ഷം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 75,000 നമ്മൾ ബൈബാക്ക് പ്രീമിയം കൊടുക്കാൻ എടുത്തു. അങ്ങനെ 1,25,000 ആയി. ഇനി നമുക്ക് ഈ ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ജനറൽ റിസർവിൽ നിന്നൊക്കെയാണ് എടുക്കുന്നത് എങ്കിൽ CRR അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ബൈബാക്ക് ചെയ്യുന്ന എമൗണ്ട് മാറ്റണം. അപ്പോൾ CRR അക്കൗണ്ടിലേക്ക് നമ്മൾ എത്ര മാറ്റിയിട്ടുണ്ടായിരുന്നു? 1,50,000 നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കണം. ദെൻ ബാങ്കിൽ നമുക്ക് വരുന്നത് 6,50,000 ആയിരുന്നു. അതിൽ നിന്ന് 2,25,000 ബൈബാക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി 4,60,000. ഇത്രയും കാര്യങ്ങളാണ് മക്കൾ ഇല്ലുസ്ട്രേഷൻ 19 ശ്രദ്ധിക്കേണ്ടത്. ഈ 3 പ്രോബ്ലം ഇന്ന് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുക, നോട്ട് ബുക്കിൽ ചെയ്യുക. എന്നിട്ട് ഈ അവർ തന്നെ മിസ്സിന് സെൻഡ് ചെയ്യാം കേട്ടോ.